Hi friends, എല്ലാവർക്കും ടെക്സ്റ്റോ ഗാഡ്ജറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നത്. നമുക്കറിയാം ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നോർമൽ ഷോപ്പിലാണെന്ന് വെച്ചാൽ ഏകദേശം റേറ്റ് 80+ അല്ലെങ്കിൽ 85+ നോക്കിയാൽ മതി. അതുപോലെ ഓൺലൈനിലാണെങ്കിൽ ഒരു ഏകദേശം ഒരു 70+ ആയിരിക്കും റേറ്റ് വരിക. പക്ഷേ ഞാനിന്നിവിടെ കാണിക്കുന്നത് ASUSന്റെ A15 മോഡൽ ലാപ്ടോപ്പാണ്. ഇത് നമുക്ക് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ ഇതിന് കൂടുതൽ ടൈമിലും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ ഇതിന് പ്രൈസ് വരുന്നത് 59,000 ആണ്. അതേപോലെ തന്നെ സെയിം ടൈം ഇതിന് ഷോപ്പിൽ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 72,000 ആണ്. പിന്നെ ഈ ഒരു A15 എന്ന് പറഞ്ഞ മോഡൽ പല വേരിയൻസിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ASUSന്റെ A15 മോഡൽ വരുന്നത് 3 പ്രൊസസർ വേരിയൻസ് ആണ്. Ryzen 5, Ryzen 7, Ryzen 9. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ 3 വേരിയൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഈ 3 വേരിയൻസ് പറയുന്നത് 1650, 1660 Ti, പിന്നെ അതുപോലെ RTX വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ പ്രൈസൊക്കെ കുറച്ച് ഹൈ ആയിരിക്കും. ഇതിപ്പോൾ പ്രൊസസർ വരുന്നത് Ryzen 5 4600H ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് വരുന്നത് GTX 1650 ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്ന ടൈമിന് പോകാം. അപ്പോൾ നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബോക്സ് പാക്കിംഗ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ടഫ് ഗെയിമിങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് കവർ ചെയ്തുകൊണ്ട് നമ്മളെ ആമസോണിലെ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ സെല്ലർ വരുന്നത് അപ്പാരിയോ ആണ്. സെല്ലർ നമ്മുടെ ആമസോണിൻ്റെ സ്വന്തം സെല്ലറാണ്. നമുക്കിപ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് നോക്കിയാൽ കാണാം. മെയിൻലി ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസും അപ്പാരിയോ തന്നെയാണ് സെല് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മോഡൽ നമ്പർ വരുന്നത്. FA506I ആണ് മോഡൽ. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോക്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മുകളിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ASUSന്റെ ബ്രാൻഡിംഗ് ഒക്കെ വരുന്നൊരു ഹാൻഡിലാണ്. പിന്നെ ഈ ഒരു ഷിപ്പിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല തോതിലാണ് ആമസോണിൽ ഇത് ഷിപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു ബോക്സ് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള ഷിപ്പിംഗ് തന്നെയാണ് വന്നത്. ബോക്സിന് പോലും ഒരു ഡാമേജ് ഇല്ലായിരുന്നു. അത്രയും നീറ്റ് ഷിപ്പിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ്ങിനോട് പോവാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലാപ്ടോപ്പ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഹണികോമിൻ്റെ ഒരു പാറ്റേൺ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഹണികോം തീമാണ്. അപ്പോൾ നമുക്കിനി നേരെ ലാപ്ടോപ്പിലേക്ക് പോകാം. ലാപ്ടോപ്പിലോട്ട് വരുന്നവൻ്റെ ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയാണ് കണ്ടൻസ് നോക്കാം. ബോക്സിനകത്തൊരു യൂസർ ഗൈഡ് വരുന്നുണ്ട്. ASUSന്റെ ഒരു യൂസർ ഗൈഡാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ASUSന്റെ ഒരു ചെറിയൊരു ലീഫ്ലെറ്റും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ലീഫ്ലെറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ബോക്സിനകത്ത് കണ്ടൻസ് പറയുന്നത് അഡീഷണൽ ആയിട്ടൊരു 4 നെറ്റ് വരുന്നുണ്ട്. ഈ ഒരു 4 നെറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള നെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ളൊരു സാറ്റ കണക്ടറാണിത്. ഇതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് പാർട്ടിലായിട്ട് ബോക്സിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്ര ഐറ്റംസ് ഈ ഒരു ബോക്സിൻ്റെ മുകളിലുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ അകത്തൊരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. ഒരു 150 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ നമ്മുടെ പവർ പിന്നും. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ബോക്സിനകത്ത് വരുന്നുള്ളൂ. ഇനി നമുക്ക് നേരെ ലാപ്ടോപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. അബാർ ലുക്ക് തന്നെയാണെന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹണികോം ഡിസൈനും. പിന്നെ ഇവിടെ ഒരു ബ്രാൻഡിങ് കണ്ടില്ലേ, ടഫ് ഗെയിമിങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പവർ ഇൻഡിക്കേഷനൊക്കെ ഇവിടെ ചെറിയൊരു LED ആയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പവർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടഫ് ഗെയിമിങ്ങിൻ്റെ ഒരു ലോഗോ സെൻട്രൽ പാർട്ടിലായിട്ട്. പിന്നെ ഇതിന് കുറച്ചൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് സൈഡിൽ കൂടെ ഒരു റെഡ് കളർ ബോർഡറാണ് വരുന്നത്. ബാക്ക് സൈഡിലാണ് എക്സോസ്റ്റ് വരുന്നത്. ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ബാക്ക് സൈഡിൽ ഇതാ സെയിം ഹണികോമിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡിലും വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം, നമുക്ക് എയർ വെൻ്റ് കാണാൻ പറ്റും. ഇത് എയർ ഇൻടേക്കിനുള്ളതാണ്. അതായത് കൂൾ എയർ, പുറത്തുനിന്നുള്ള കൂൾ എയർ ഇൻടേക്കിനായിട്ടാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡുവൽ സ്പീക്കർ. 2 സൈഡിലും കാണാൻ പറ്റും. ഡുവൽ സ്പീക്കറാണ് വരുന്നത്. പിന്നെ നൈസ് ആയിട്ടുള്ളൊരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 4 കോർണറിലും ഒരു ലോങ് ആയിട്ടുള്ള പാഡിങ് ആണ്. അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഫസ്റ്റ് ലുക്ക് ഒന്നും പറയാനില്ല, അബാര ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി മിലിറ്ററി ഗ്രേഡ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇത് അത്യാവശ്യം താഴെ വെക്കുന്ന ഡാമേജ് പോലും ഇതിന് ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും താഴെ ഇടാനൊന്നും പോകുന്നില്ല.
നല്ല ക്വാളിറ്റിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുകളിൽ വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, താഴെയും സെയിം പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പോർട്ട് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ഈ ഒരു ലാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ചാർജിങ് പോർട്ട് വരുന്നത്. പിന്നെ RJ45 ആണ് ലാൻഡ് പോർട്ട് വരുന്നത്. HDMI പോർട്ടാണ് വരുന്നത്. 2 USB പോർട്ട് വരുന്നുണ്ട്. ഈ 2 USB പോർട്ടും USB 3.0 ആണ്. പിന്നെ USB-C ടൈപ്പ്. ഈ ഒരു C ടൈപ്പ് ത്രൂ നമുക്ക് മോണിറ്ററോ അല്ലെങ്കിൽ ഈവൻ പ്രൊജക്ടർ പോലും ഈ ഒരു ഔട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. HDMI നിന്ന് യൂഷ്വലി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ C ടൈപ്പിൽ നിന്ന് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഹെഡ്ഫോൺ പോർട്ടാണ്. റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കിങ്സ്റ്റൺ ലോക്കാണ് വരുന്നത്. പിന്നെ നോർമൽ USB. ഈ ഒരു USB എന്ന് പറഞ്ഞാൽ USB 2.0 ആണ്. ഇനി നമുക്കിതിന് നേരെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ASUSൻ്റെ TUF ഗെയിമിംഗ് ലാപ്ടോപ്പ് വരുന്നത് ഡിസ്പ്ലേ 2 റിഫ്രഷ് റേറ്റിലാണ്. അതായത് 144 ഹെർട്സും വരുന്നുണ്ട്. പിന്നെ 60 റിഫ്രഷ് റേറ്റുമാണ് വരുന്നത്. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് 60 ആണ്. കാരണം നോർമലായിട്ട് നമ്മളെ കണ്ട് തയ്ക്കിയിട്ടുള്ളത് ആ ഒരു റിഫ്രഷ് റേറ്റ് ആയിരിക്കും. ഇപ്പോൾ നോർമൽ നമ്മളൊരു 144 റിഫ്രഷ് ആയിട്ടുള്ള ലാപ്പാണ് എടുത്തതെന്ന് വെച്ചാൽ ആ ലാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതെന്തോ ഹാങ് ആയിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു കുറഞ്ഞ റിഫ്രഷ് റേറ്റ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ചൂസ് ചെയ്തത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല തോതിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ 144 ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ കീ സെക്ഷൻ്റെ ഏരിയ വരുന്നത്. ലാപ്പ് ഓപ്പൺ ചെയ്താലും ഇവിടുത്തെ ബ്രാൻഡിങ് ഒക്കെ നമുക്ക് വിസിബിൾ ആണ്. പവർ കീ, ഈ പവർ കീയും കീബോർഡൊക്കെ വരുന്നത് ബാക്ക് ലൈറ്റ് കീബോർഡാണ്. അതായത് ഇതിനകത്ത് ലൈറ്റ് വരുന്ന മോഡലാണ്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹണികോം ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ലാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഹണികോം ഡിസൈനിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റാം വരുന്നത് 3200 MHz ഫ്രീക്വൻസിയാണ്. ഇതിൻ്റെ മെയിൻ ഗ്രേഡിങ് മിലിറ്ററി ഗ്രേഡ്, അത്യാവശ്യം നല്ല തോതിൽ ഹാർഡായിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ്. പിന്നെ സെൽഫ് ക്ലീനിങ് ഫാനാണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്തുള്ള അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് ത്രൂ തന്നെ പുറത്തേക്ക് പോകുന്നതാണ്. പിന്നെ കീബോർഡ് വരുന്നത് Aura RGB ആണ്. അതായത് ARGB കീബോർഡാണ് വരുന്നത്. നമുക്കിത് ഇതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ഡെഫിനിഷൻ, ഓഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത് DTS ആണ് വരുന്നത്. നമ്മുടെ റൈസൻ വരുന്നത് Ryzen 5 ആണ്, 4000 സീരീസ് ആണ്, 4600H ആണ് കറക്റ്റ് പ്രോസസ്സർ പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു എയർ വെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു എയർ വെൻറ്റ് എന്ന് പറഞ്ഞാൽ എയർ ഇൻടേക്കിനായിരുന്നു, പുറത്തുനിന്ന് കൂൾ എയർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ എക്സോസ്റ്റ് വരുന്നത്. ഡുവൽ എക്സോസ്റ്റ് ആണ്. ഹോട്ട് എയർ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ സെൽഫ് ക്ലീനിങ്, അതായത് ഉള്ളിലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു 2 വെൻറ്റിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ലാപ്പിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ഓപ്പണിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിൽ നോക്കിയാൽ 3 സൈഡ് നാരോ ബെസൽ ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത് 1080p റെസൊല്യൂഷനാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ ഈ ഒരു ഏരിയയിലായിട്ടും ASUSന് ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രോസറിൻ്റെ ഒരു ബ്രാൻഡിങ് അല്ല, അതിൻ്റെ ഒരു ആഡാണ് കൊടുത്തിരിക്കുന്നത്. 6 കോർ പ്രോസറാണ് നമ്മുടെ Ryzen 5 4600H എന്ന് പറയുന്നത്. അതിൻ്റെ 6 കോറിൻ്റെ ഒരു ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലാപ്പിൻ്റെ കീബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം, ഭയങ്കര സോഫ്റ്റാണ് കീബോർഡ്. അത്രയും സോഫ്റ്റ് മീൻസ് ഉപയോഗിക്കാൻ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി. എനിക്ക് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കീബോർഡാണ്. പിന്നെ ഒരു 3 കീ, അതായത് ASWT നമ്മുടെ ഗെയിമിങ്ങിന് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു 4 കീ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കീയും തമ്മിൽ വേണ്ട രീതിയിലുള്ള സ്പേസിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ അൺബോക്സിങ്. ഇതിൻ്റെ കൂടുതൽ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോനകത്ത് ആഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ മുകളിൽ ഐക്കാർഡിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന മുന്നേ എനിക്ക് അഡീഷണൽ ആയിട്ട് ഇതിനകത്തൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ ഒരു ലാപ്ടോപ്പ് ബോക്സ് കണ്ടൻറ്റിൽ വരുന്നത് 512GB SSD മാത്രമേ വരുന്നുള്ളൂ. അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് ഓപ്ഷൻ ഒന്നും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടില്ല. ആ ഒരു സ്റ്റോറേജ് ഓപ്ഷനും അഡീഷണൽ ആയിട്ട് നമുക്ക് റാമും ഇതിനകത്ത് സെൽഫായിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ സർവീസ് സെൻ്റർ ഒന്നും വിസിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. വാറണ്ടി അവോയ്ഡ് ആകുന്നതായിരിക്കില്ല. നമുക്ക് ഈ ലാപ്പ് വാങ്ങി എത്ര കാലം വാറണ്ടി ഉണ്ടോ സെയിം വാറണ്ടി തന്നെ ഈവൻ നമ്മൾ SSD ആഡ് ചെയ്താലും റാം ആഡ് ചെയ്താലും ലഭിക്കുന്നതാണ്. അത് കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ASUS TUF Gaming A15ൻ്റെ അൺബോക്സിങ്ങും ബേസിക് റിവ്യൂവും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലാപ്പിൻ്റെ അകത്ത് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉടൻ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്